സോ ഇതാണ് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ഫോണായ സാംസങ് ഗാലക്സി F23 5Gൻ്റെ പാക്കറ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കത്തിയിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ഓക്കെ, നമ്മളതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസ് സർപ്രൈസസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അനന്തൻ. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ പാക്കറ്റ്. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഡോക്യുമെൻറ്റേഷൻ ആൻഡ് സിം ടൂൾ, Type-C to Type-C ചാർജിങ് കേബിൾ, അത്രയേ ഉള്ളൂ. സോ ഈ ഫോണിൻ്റെ കൂടെ ചാർജിങ് ബ്ലോക്ക് വരുന്നില്ല. സോ ഇതാണ് സാംസങ് F23. ഒബ്വിയസ്ലി ഈ പ്രൈസ് റേഞ്ചിൽ ബിൽഡ് പ്ലാസ്റ്റിക് ആയിരിക്കും, ബാക്കും ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ്. പക്ഷേ നോർമലി സാംസങ്ങിൻ്റെ ഫോൺസിൻ്റെ കൂടെ ആ ഒരു ഗ്ലോസി ഒരു ചീപ്പ് ലുക്കിംഗ് പ്ലാസ്റ്റിക് ആണ് വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ കുറച്ചും കൂടി ഒരു അപ്ഗ്രേഡ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഒരു മാറ്റ് ഫിനിഷ് അവർ കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലോസി ഫിനിഷ് അല്ല, കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നും. അങ്ങനെ ഭയങ്കരമായ സംഭവം അല്ലെങ്കിലും ആസ് കമ്പയർ ടു ബിഫോർ കുറച്ചും കൂടി ബെറ്റർ പ്ലാസ്റ്റിക് ബാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 198 ഗ്രാം ആണ് ഫോണിൻ്റെ വെയിറ്റ്. 8.4 mm ആണ് തിക്നെസ്. സോ വെയിറ്റും തിക്നെസ്സും ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, അക്സെപ്റ്റബിൾ ആണ്. പിന്നെ ഫോണിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ ഇറ്റ്സ് നൈസ്. അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഫോണാണ്, കാരണം വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ വൺ ഹാൻഡ് ഫോൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഓവറോൾ ബിൽഡ് ഇസ് ഓക്കെ. 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, ബ്ലൂ ആൻഡ് ഗ്രീൻ. നമ്മുടെ കയ്യിലുള്ള വേരിയൻ്റ് ആണ് ബ്ലൂ. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് TFT പാനലാണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഫ്രാങ്ക്ലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഞാൻ ആമുലഡ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അണ്ടർ 15,000 ആണ് സ്റ്റാർട്ടിങ്. സോ 5G ആമുലഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് IPS LCD പാനലിംഗിൽ കൊടുക്കേണ്ടതായിരുന്നു. നമ്മൾ കോമ്പറ്റീഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മിക്ക എല്ലാ ഫോൺസിലും IPS LCD പാനലാണ് വരുന്നത് വിത്ത് ഹൈ റിഫ്രഷ് റേറ്റും. പക്ഷേ TFT ആണെങ്കിലും കളർ കാലിബ്രേഷൻ ഓക്കെയാണ് കേട്ടോ. കളർ കാലിബ്രേഷൻ ആണെങ്കിലും ഷാർപ്നെസ് ആണെങ്കിലും ഓക്കെയാണ്, അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ TFT ഉള്ളതുകൊണ്ട് വ്യൂയിങ് ആംഗിൾസ് കുറവായിരിക്കും. പിന്നെ IPS ഡിസ്പ്ലേൻ്റെ കളർ കോൺട്രാസ്റ്റ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, കുറച്ചും കൂടി നല്ല കോൺട്രാസ്റ്റ് കിട്ടും IPS LCD ഡിസ്പ്ലേ ആണെങ്കിൽ. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ OTT പ്ലാറ്റ്ഫോംസിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈമിലൊക്കെ 1080p ഫുൾ HD കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഡിസ്പ്ലേയിലുള്ള ഡ്യൂ ഡ്രോപ്പ് നോച്ച് ഒരു ഔട്ട്ഡേറ്റഡ് ലുക്കാണ് തരുന്നത്. സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഞാനൊരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. സോ നോർമലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടുന്ന മോണോ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സും, എക്സാക്ട്ലി ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ആണ് പ്രൈമറി സെൻസർ. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് വരുന്നുണ്ട്. കൂടെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോയും കൊടുത്തിട്ടുണ്ട്. 4K 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. 1080p 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഓക്കെ, റിയർ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ്. ഈ ഒരു 15,000 പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫോൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സ്കിൻ ടോൺ ഒക്കെ ഓക്കെ ആണ്. കളേഴ്സൊക്കെ വരുന്നുണ്ട്. ചില ഫോട്ടോസിൽ കളേഴ്സ് കുറച്ച് മങ്ങിയായിട്ട് എനിക്ക് തോന്നി, അതായത് കുറച്ച് ഡീസാച്ചുറേറ്റഡ് ലുക്ക് വരുന്നുണ്ടായിരുന്നു. ബാക്കി നോർമലി എല്ലാ ഫോട്ടോസിലും നല്ല കളേഴ്സ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. സോ നോർമലി സാംസങ്ങിൻ്റെ 64 മെഗാ പിക്സൽ ക്യാമറ വെച്ച് കിട്ടുന്ന ആ ഒരു ഡീറ്റെയിൽ വരുന്നില്ല 50 മെഗാ പിക്സൽ. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. 50 മെഗാ പിക്സൽ ക്യാമറയുള്ള ബാക്കി മിഡ് റേഞ്ച് ഫോൺസിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. കളേഴ്സൊക്കെ ബെറ്റർ ആണ്, നല്ല കളേഴ്സൊക്കെ വരുന്നുണ്ട്. ചില ഫോട്ടോസിൽ മാത്രമാണ് ഡീസാച്ചുറേറ്റഡ് ലുക്ക് വരുന്നത്. ബാക്കി ഓവറോൾ നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. ഡൈനാമിക് റേഞ്ച് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അൾട്രാ വൈഡ് ക്യാമറയുടെ പെർഫോമൻസ് ഓക്കെ ആണ്. ഓക്കെ, ചെറിയ സോഫ്റ്റ്നെസ് കയറി വരുന്നുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ ആണ് അൾട്രാ വൈഡ്. സോ പ്രൈമറി ക്യാമറ വെച്ച് നോക്കുമ്പം ചെറിയ രീതിയിലുള്ള സോഫ്റ്റ്നെസ് ഒക്കെ കയറി വരുന്നുണ്ട്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ വരുന്ന മിക്ക എല്ലാ മിഡ് റേഞ്ച് ഫോൺസിലും മാക്സിമം 1080p 30 FPS ആണ് വീഡിയോ റെസൊല്യൂഷൻ. ഓക്കെ, ഇവിടെ 4K 30 FPS വന്നിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. സാംസങ് 4Kൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. നല്ല കളേഴ്സ് ഉണ്ട്. ഡൈനാമിക് റേഞ്ച് ഒക്കെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഷാർപ്പ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഫോണിൻ്റെ റിയർ ക്യാമറ ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറ പെർഫോമൻസ് സർപ്രൈസിംഗ്ലി നല്ലതാണ്. 8 മെഗാ പിക്സലിൻ്റെതാണ് സെൽഫി ക്യാമറ. സ്റ്റിൽ നല്ല കളേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്കിൻ ടോൺ ഒക്കെ അത്യാവശ്യം ആക്യുറേറ്റ് ആണ്. പിന്നെ 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് ഡീറ്റെയിൽസിൽ ചെറിയൊരു കുറവ് എനിക്ക് തോന്നി. 16 മെഗാ പിക്സൽ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടിയാണ്. നമ്മൾ ഈ സെൽഫിയൊക്കെ സൂം ചെയ്ത് നോക്കുമ്പോൾ ആ ഡീറ്റെയിൽസിൻ്റെ കുറവ് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ കളേഴ്സ് ഒക്കെ നല്ലതാണ്, നല്ല ഡൈനാമിക് റേഞ്ച് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു, ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഈവൻ വീഡിയോസിലും ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും, ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ടിലൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിലും ലൈറ്റ് ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സാംസങ് F23 2 റാം സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 4GB 128GB ആൻഡ് 6GB 128GB. LPDDR4X റാം വരുന്നുണ്ട്. UFS 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പ്.
പിന്നെ സാംസങ്ങിൻ്റെ എക്സ്റ്റൻഡഡ് റാം ഫീച്ചറായ റാം പ്ലസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ് ടു 6 GB എക്സ്റ്റൻഡഡ് റാം കിട്ടുന്നുണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 750G 5G ചിപ്സെറ്റ് ആണ് ഇവിടെ വരുന്നത്. 8 നാനോമീറ്റർ ഒക്ടോകോർ ചിപ്സെറ്റ് ആണ്. 2.2 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. 12 5G ബാൻഡ്സിന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ കണക്ടിവിറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ദർ ഇസ് നോ ഇഷ്യൂ. സ്നാപ്ഡ്രാഗൺ 750G വന്നപ്പോൾ 19,999 ആ പ്രൈസ് റേഞ്ചിലാണ് വന്നത്. ഇപ്പോൾ ഇത് അണ്ടർ 15,000 കിട്ടുന്നുണ്ട്. അറൗണ്ട് 15,000 പ്രൈസ് റേഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നല്ലൊരു ചിപ്സെറ്റ് ആണ്, നല്ലൊരു 5G മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ് 750G. അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ അങ്ങനെ നോർമൽ യൂസിൽ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഫോർ ഗെയിമിംഗ് ഡീസൻ്റ് എന്ന് പറയാൻ പറ്റും. സാംസങ് ഫോൺസിൽ അങ്ങനെ ഭയങ്കരമായ ഗെയിമിംഗ് പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിക്കാറില്ല. ഇവിടെയും ഓക്കെയാണ്, ഡീസൻറ്റ്. കാഷ്വൽ ഗെയിമിങ്ങിന് വേണ്ടിയാണെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ്, നോട്ട് എ പ്രോബ്ലം. പക്ഷേ BGMI കളിച്ച് നോക്കിയപ്പോൾ അവിടെ ഇവിടെ ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഞാൻ ഫേസ് ചെയ്തു. ഓക്കെ, കളിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഗെയിമിംഗ് ഫോണായിട്ട് എനിക്കിത് പറയാൻ പറ്റില്ല. ഓക്കെ, ഗെയിമിംഗ് ഫോൺ അല്ല, പക്ഷേ യു ക്യാൻ ഡു കാഷ്വൽ ഗെയിമിംഗ്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 12 കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. കാരണം നമ്മൾ ഈയിടെ അൺബോക്സ് ചെയ്ത കുറേ മിഡ് റേഞ്ച് ഈവൻ പ്രീമിയം ഫോൺസിലും ആൻഡ്രോയിഡ് 11 ആയിരുന്നു. ഇവിടെ മിഡ് റേഞ്ച് ഫോണിലും സാംസങ് ആൻഡ്രോയിഡ് 12 കൊടുത്തിട്ടുണ്ട്. ഈവൻ 1 UI ലേറ്റസ്റ്റ് ആണ്. ലേറ്റസ്റ്റ് 1 UI 4.1 വരുന്നുണ്ട്. കോർ അല്ല കേട്ടോ, കംപ്ലീറ്റ് 1 UI 4.1 ഇവിടെ വരുന്നുണ്ട്. നോക്ക് സെക്യൂറിൻ്റെ ഫീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ബേസ്ഡ് നോക്ക് സെക്യൂരിറ്റി വരുന്നുണ്ട്. NFC-ൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അതായത് മിഡ് റേഞ്ച് ഫോണിൽ ഇപ്പോൾ NFC കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് നൈസ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ഓക്കെ, NFC വരുന്നുണ്ട്. അതുകൊണ്ട് സാംസങ് പേയിൻ്റെ ഫീച്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേ രീതിയിൽ സെക്യൂർ ഫോൾഡറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഒരു Alt-C സംഭവം ഉണ്ടല്ലോ, ക്വിക്ക് സ്വിച്ച്, നമ്മളിങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ മോഡിൽ നിന്ന് പ്രൈവറ്റ് മോഡിലേക്ക് മാറുന്ന സംഭവം അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നോർമൽ സാംസങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ബ്ലോട്ട്വെയർസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബ്ലോട്ട്വെയർസ് കൊണ്ട് ആറാട്ടായിരുന്നു. ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് ആണ് വരുന്നത്. അത് നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് കിട്ടുമല്ലോ, റോയൽ സൂട്ട്, പ്രീമിയം സൂട്ട്, അതൊക്കെ ഞാൻ അൺചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അതായത് ഫസ്റ്റ് ടൈം ബൂട്ട് ചെയ്തത്. എന്നിട്ടും ഫസ്റ്റ് ബൂട്ടിന് ശേഷം ബ്ലോട്ട്വെയർസ് ഒക്കെ, തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ബ്ലോട്ട്വെയർസ്, ഏകദേശം 15 തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ് വരുന്നുണ്ട്. സോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലോട്ട്വെയർസിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻ്റർനെറ്റും പിന്നെ നമ്മുടെ ബാറ്ററിയെ കൺസ്യൂം ചെയ്യും. ഈ തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ് ഒക്കെ കൂട്ടത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഗാലക്സി സ്റ്റോറിൽ കയറിയിട്ട് മെനു, മൈ ആപ്സ്, ഇവിടെ അൺഇൻസ്റ്റാൾഡ് ഒരു ടാബ് ഉണ്ട്. അവിടെ നമുക്ക് ബാച്ചായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്കവർ ടാബ് വരുന്നുണ്ട്. നോർമലി സാംസങ്ങിൻ്റെ മിഡ് റേഞ്ച് ഫോൺസിൽ വരുന്നൊരു സംഭവമാണ് ഡിസ്കവർ ടാബ്. അവിടെ ബേസിക്കലി ആപ്പ് റെക്കമെൻഡേഷൻസ് ആണ് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. മേളിൽ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡിസ്കവർ സംഭവം ഓഫ് ചെയ്താൽ മതി. നിങ്ങളിൽ കുറേ പേര് കോൾ റെക്കോർഡിങ്ങിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇവിടെ ഇപ്പോഴും സാംസങ്ങിൻ്റെ സ്വന്തം ഡയലർ ആപ്ലിക്കേഷനാണ് വരുന്നത്. സോ ഓട്ടോ കോൾ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ ഇവിടെ വരുന്നുണ്ട്. ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എൻ്റെ കയ്യിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കിടപ്പുണ്ട്. സോ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ ബോക്സിൽ ചാർജർ വരുന്നില്ല. ഓക്കെ, സാംസങ് പറയുന്നതനുസരിച്ച് നമ്പർ 1 റീസൺ ആണ് ഓബ്വിയസ്ലി എൻവയറമെൻറ്റൽ ഫ്രണ്ട്ലി ഡിസിഷൻ ആണ് എന്നാണ് അവർ പറയുന്നത്. സെക്കൻഡ് റീസൺ ആണ് അവർ പറയുന്നതനുസരിച്ച് ഒരാൾ സാംസങ്ങിൻ്റെ ഫോൺ വാങ്ങിയാൽ പിന്നെ നെക്സ്റ്റ് ഫോൺ മിക്കവാറും സാംസങ്ങിൻ്റെ ഫോൺ ആയിരിക്കും. സോ പഴയ ഫോണിൻ്റെ കൂടെ കിട്ടിയ ചാർജർ യൂസ് ചെയ്താൽ മതിയല്ലോ, പുതിയ ചാർജിൻ്റെ ആവശ്യം വരുന്നില്ല. എൻ്റെ എക്സ്പ്ലനേഷൻ അല്ല, സാംസങ്ങിൻ്റെ റീസണിങ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ റീസണിങ്ങുമായിട്ട് യോജിക്കുന്നുണ്ടോ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും ഈ ഫോണിൽ വരുന്ന സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. അതേ രീതിയിൽ ഫേസ് അൺലോക്കിലും പ്രോബ്ലം ഒന്നുമില്ല. അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നോർമൽ വൈബ്രേഷൻ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് വരുന്നത്. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. കാരിയർ എഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ 4G ഡ്യുവൽ 5G രണ്ടിൻ്റെയും സപ്പോർട്ട് വരുന്നുണ്ട്. വൈഫൈ കോളിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ട്. നോർമലി വരുന്ന എല്ലാ സെൻസേഴ്സ് ഈ ഫോണിലും വരുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി സാർ വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. സാംസങ് F23ന്റെ 4GB 128GB പ്രൈസ് ആണ് 15,999 രൂപ. 6GB 128GB പ്രൈസ് ആണ് 16,999 രൂപ. 1000 രൂപയുടെ ഇനീഷ്യൽ ക്യാഷ് ബാക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട് വിത്ത് ICICI ബാങ്ക്. മാർച്ച് 16-ാം തീയതി 12 മണിക്ക് ഫ്ലിപ്കാർട്ടിലാണ് ഫസ്റ്റ് സെയിൽ. 15,000 രൂപയുടെ പ്രൈസ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഏത് 5G ഫോൺ ആണെങ്കിലും ഏത് ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ അതിൽ എന്തായാലും കോസ്റ്റ് കട്ടിങ് അല്ലെങ്കിൽ വിട്ടുവീഴ്ചകളൊക്കെ വരുന്നുണ്ട്. അതേ രീതിയിൽ സാംസങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് TFT പാനലാണ് വരുന്നത്. ചാർജർ ബോക്സിൽ അവർ കൊടുത്തിട്ടില്ല. മോണോ സ്പീക്കേഴ്സ്, 4GB റാം ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അതേ സമയത്ത് നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്, നല്ല ബാറ്ററി പെർഫോമൻസ് ഉണ്ട്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ്
12 വരുന്നുണ്ട്, ലേറ്റസ്റ്റ് 1 UI കൊടുത്തിട്ടുണ്ട്, സാംസങ്ങിൻ്റെ നോർമൽ വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 750G ചിപ്സെറ്റ് വരുന്നുണ്ട്, 12 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഫോണിൻ്റെ ഓവറോൾ പെർഫോമൻസിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ഫോണിനെ ചുറ്റിപ്പറ്റി എടുത്തിരിക്കുന്ന ചില ഡിസിഷൻസ് ഉണ്ട്. ആ ഡിസിഷനുമായിട്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.